ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ദേവു. ഇന്ന് നല്ലൊരു നെത്തോലീൻ്റെ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായി ഞാൻ കുറച്ച് നെത്തോലി എന്ന് പറഞ്ഞ മീൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. ഇത്രയും അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല കാൽസ്യമൊക്കെ ഒരുപാടുള്ളൊരു മീനാണ് നെത്തോലി പറഞ്ഞ മീൻ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ നാരൊക്കെ ഒഴിവാക്കി. നമുക്ക് പുളി എന്തായാലും കറിക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത് ഒത്തിരി പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടോ, അത് കുതിരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. തക്കാളി, ഉള്ളി, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ഇതൊന്നും കഴുകിയിട്ടില്ല, ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതൊക്കെ കട്ട് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് ആദ്യം കാണിച്ചതാണ്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുക്കുന്നത് കറിയിലേക്ക്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഉള്ളിയൊക്കെ നല്ല നൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. വഴറ്റിയിട്ടാണ് വെക്കുന്നത്, അതുകൊണ്ട് നല്ല നൈസായിട്ടാണ് അരിഞ്ഞെടുത്തത്. കണ്ടോ, തക്കാളി നല്ല നൈസല്ലെങ്കിലും കുറച്ചൊരു കട്ടിയിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, 3 പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്, കുറച്ചൊരു ഉലുവ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഉലുവ ഇട്ടാൽ കറിക്കൊക്കെ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ കറിയിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അളവനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കാം. അപ്പോൾ ഇനി മസാലകൾ നോക്കൂ. മഞ്ഞൾ, മല്ലി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് പാകത്തിന് ഉപ്പ്, ഇവയെല്ലാം മസാലകളായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. വേറെ ഫിഷ് മസാലയൊന്നും ചേർക്കുന്നില്ല. ഇത്രയും മസാലകളാണ് ഞാൻ ചേർക്കുന്നത്. മഞ്ഞൾ, മല്ലിപ്പൊടി, ഉപ്പ്, മുളക് നിങ്ങൾക്ക് അളവനുസരിച്ച് കൂട്ടിയെടുക്കണം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ കാണണം. അപ്പോൾ ഇതായി പുളി ഇപ്പോൾ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഞെരടി പിഴിഞ്ഞ് ഇതിൻ്റെ പുളീൻ്റെ വെള്ളം, പുളി നല്ല ചാറാക്കി എടുക്കാം. കണ്ടോ, പിഴിഞ്ഞ് ഇതിൻ്റെ സത്ത് ഞെരടി പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഇപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത്ര പുളീൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ കറി വയ്ക്കുന്നത് മൺചട്ടിയിലാണ്. കണ്ടോ, ഈ ഒരു മൺചട്ടിയിലാണ് ഞാൻ കറി വയ്ക്കുന്നത്. എനിക്കിഷ്ടം മൺചട്ടിയിൽ കറി ഉണ്ടാക്കുന്നതാണ്. നല്ല രുചിയാണ് കറി ഉണ്ടാക്കാൻ. കറി അപ്പോൾ കണ്ടോ, പുളി നന്നായി കുതിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചട്ടിയിൽ കറി വെക്കാം. കണ്ടോ, ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വെളിച്ചെണ്ണ ഒഴിക്കാം. കണ്ടോ, വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കാം. കണ്ടോ, ചൂടായ മാത്രമേ ഉള്ളി ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ഒരുപാട് സമയം വേണ്ടി വരും നമുക്ക്. അപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതൊക്കെ സ്ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. കേട്ടോ, നമുക്കിത് വേഗം വഴയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. കണ്ടോ, ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വഴഞ്ഞ് കിട്ടും. കണ്ടോ, ഉപ്പ് ചേർത്തു, നന്നായി വഴഞ്ഞ് വരുന്ന നമുക്ക് നോക്കാം. നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ചേർക്കേണ്ടതുണ്ട്, പച്ചമുളകൊക്കെ ചേർക്കേണ്ടതുണ്ട്. ഇതൊക്കെ വഴറ്റുമ്പോഴാണ് ചേർക്കുന്നത്. കണ്ടോ, നന്നായി ഇപ്പോൾ കുറച്ച് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തുള്ളി ഉലുവ ചേർക്കാം. കണ്ടോ, നേരത്തെ കാണിച്ച് ഉലുവ കരിഞ്ഞു പോവാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഒരിക്കലും ഇത് കരിയാൻ പാടില്ല. ഇനി നമുക്ക് 2 നേരത്തെ കീറി വെച്ച പച്ചമുളക് ചേർക്കാം. 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. കണ്ടോ, നന്നായി വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർക്കണം. കണ്ടോ, അതൊക്കെ സ്ലോ ഫ്ലെയിമിലാണ്, ഒരിക്കലും കരിഞ്ഞു പോവാൻ ശ്രദ്ധിക്കണം. നമുക്ക് ഇനി കുറച്ച് മുളക് പൊടി ചേർക്കാം. കണ്ടോ, നല്ല എരിവുള്ള നല്ല മുളകാണിത്. ഇനി മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഒക്കെ നിങ്ങൾ ആവശ്യത്തിന് വേണം ചേർക്കാൻ.
ഒരുപാട് എല്ലാം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒക്കെ കളറും ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഒരിക്കലും കരിയാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടോ? അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ചേർക്കാം. കണ്ടോ? പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം പോരെ കറിക്ക്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടി വെള്ളം വേണം. അപ്പോൾ ഇച്ചിരി ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കണ്ടോ? നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി അപ്പോൾ ഇത് ഞാൻ വഴറ്റുന്നതിൻ്റെ കൂടെ തക്കാളി ഇട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. കണ്ടോ? ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം എന്താ സ്ഥിതിയെന്ന്. കണ്ടോ? നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ? വെള്ളമൊക്കെ കുറച്ച് വറ്റി തക്കാളിയൊക്കെ കണ്ടോ ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് കണ്ടോ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. കണ്ടോ? മുങ്ങാ പാകത്തിലുള്ള വെള്ളമായിട്ടുണ്ട്. ഒരു കുറഞ്ഞ വേവുള്ള മീനാണിത്. ഇപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ നേരത്തെ കുറച്ചാണ് ഉപ്പ് ചേർത്തത്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. എല്ലാവരും എൻ്റെ ധ്യാൻ ദേവ് ചാനൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവരും വീഡിയോസ് കണ്ടതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കി നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞു. കണ്ടോ? വെള്ളമൊക്കെ പാകത്തിൽ കുറച്ചുകൂടി വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ? കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ? മീനൊക്കെ വെന്തു നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അടച്ച് വെക്കാം. കണ്ടോ? കറി ഇപ്പോൾ ഇവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറിവേപ്പില ഇതിൻ്റെ മുകളിലൊന്ന് വിതറാം. കണ്ടോ? വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്, വേവിക്കാതെ. നല്ല രുചിയാണ് ഇതിന്, നല്ല മണം വരുന്നുണ്ട്. കണ്ടോ? നല്ല കറിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ടോ? പാക വെള്ളത്തിലോ പാക അളവിൽ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് ലൂസായിട്ടില്ല. ഞാനിങ്ങനെയാണ് കറി വയ്ക്കാറ്. കണ്ടോ? എന്ത് ടേസ്റ്റാണ് ഈ കറി. തേങ്ങ അരയ്ക്കാതെയാണ് വെക്കുന്നത്. തേങ്ങ അരച്ച് നമുക്ക് ഈ മീൻ കറി ഉണ്ടാക്കാം. ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഇതിപ്പോൾ മുളക് മസാല ഇട്ടാണ് വെക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ കുഞ്ഞു വീഡിയോ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ എല്ലാ വീഡിയോസും കാണണം. കണ്ടോ? അപ്പോൾ കറി നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. നല്ല രുചിയുണ്ട്. ആ മസാലയും ഉപ്പും പുളിയും ഒക്കെ പാകത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോസാണ്. ഇനി പുതിയൊരു വീഡിയോ വരുന്നത് വരെ ഓക്കെ, ബായ്.